ഇത് മാസ് മോട്ടോഴ്സിതാണ് ഹോണ്ട ആക്റ്റീവ 125 BS6 മുള്ള വണ്ടി. നമുക്കത് ജനറൽ സർവീസായിട്ട് വർക്കിന് വേണ്ടിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ജോബ് കോളിൽ പറഞ്ഞാൽ അവർക്ക് ജനറൽ സർവീസ് ഫ്രണ്ട് മൺകാട് ലൂസായിട്ട് കിടന്ന് അടിക്കുന്നുണ്ട്. അതേപോലെ ബ്രേക്ക് ചെക്കപ്പ്, എഞ്ചിൻ ഓയിൽ ചെക്കപ്പ്, വാട്ടർ സർവീസ്, ഓൾറൗണ്ട് ഗാർഡ് ബാക്കിൽ പൊട്ടി കിടക്കുന്നുണ്ട്, അതെന്തെങ്കിലും ചെയ്യണേഴ്സ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ബ്രേക്ക് സൗണ്ടിൻ്റെസ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നിലവിലെ വണ്ടി നമ്മൾ ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ട്. ബാക്ക് ബ്രേക്ക് ലൈൻഡറൊക്കെ നമ്മൾ നോക്കുമ്പോൾ ലൈൻഡർ അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാനുണ്ട്. ബ്രേക്കുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ബാക്ക് ബ്രേക്കിൻ്റെ ഈ ഒരു കേബിൾ ടൈറ്റ് ആയിട്ടിരിക്കുകയാണ്. ബാക്ക് ബ്രേക്കിലേക്ക് വരുന്ന ഈ ഒരു കേബിൾ നല്ല രീതിയിൽ തുരുമ്പിട്ട് ടൈറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ബാക്ക് ബ്രേക്ക് ലൈൻഡർ നമ്മൾ ക്യാമൊക്കെ ഗ്രീസ് ചെയ്ത് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം. അതിനുശേഷം ആ ബ്രേക്കിൻ്റെ കേബിൾ മാറ്റിയിട്ടാണ് ബാക്കിലത്തെ ബ്രേക്ക് ക്ലിയർ ആവുള്ളൂ കേട്ടോ. ബാക്ക് ടയറിൻ്റെ കണ്ടീഷനൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ഹബിലും വേറെ പറയത്തൊക്കെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട്. എയർ ഫിൽറ്ററൊക്കെ പൊടി കയറി ഫുള്ള് ബ്ലോക്കാണ്. മാറ്റേണ്ട ടൈമൊക്കെ പണ്ടേ കഴിഞ്ഞു, കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് ആയിട്ടുണ്ട്. എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ എയർ ഫിൽറ്ററും പ്ലഗും കൂടിയാണ് നമുക്ക് മാറ്റേണ്ടി വരിക. എയർ ഫിൽറ്ററും പ്ലഗും ഒരുമിച്ചാണ് മാറ്റേണ്ടത്. അത് നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ്റെ പെർഫോമൻസിനെ ബാധിക്കുന്ന ഒരു സംഭവമാണ്. അതായത് ഇപ്പോൾ എയർ ഫിൽറ്റർ ഇത്രയും ബ്ലോക്കോ ആയ സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും പെട്രോളിൻ്റെ ചിലവ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ കാർബൺ അതിൻ്റെ ഉള്ളിൽ ഓൾറെഡി ഇപ്പോൾ തന്നെ ഉണ്ടാവും. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്ലഗും എയർ ഫിൽറ്ററും കൂടി മാറ്റിയിട്ടാലാണ് ഒരു പരിഹാരമാവുള്ളൂ കേട്ടോ. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ ക്ലച്ച് സൈഡ് നമ്മൾ അയച്ചിട്ടുണ്ട്. ചെക്ക് ചെയ്യാനും ഗ്രീസിങ്ങിനൊക്കെ ആയിട്ട് അയച്ചാനാണ്. നമുക്ക് ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിലുള്ള വർക്കാണ് ക്ലച്ച് ഗ്രീസിങ്ങും ഒക്കെ, അതിന് വേണ്ടിയിട്ട് അയച്ചാനാണ്. അപ്പോൾ നമ്മളതിൻ്റെ ഓരോ പാർട്സുകളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. എൻ്റെ വേരിയേറ്റർ ബോഡി പോസിറ്റീവ് റോളറൊക്കെയാണ് ഈ യൂണിറ്റ്. നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ക്ലച്ചിനകത്ത് നമുക്ക് ഈ ഭാഗങ്ങളൊന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് ക്ലച്ചിൻ്റെയൊക്കെ CVT ക്ലച്ചിൻ്റെ ഓരോ പാർട്ടാണ്. നമ്മൾ ഫുള്ളായിട്ട് അഴിച്ച് ഓരോ പോയിൻറ്റും ചെക്ക് ചെയ്ത് നമ്മൾ വിടുന്നുണ്ട്. അതിനകത്ത് ഈ ഒരു റബ്ബർ മാത്രമാണ് ഒരു ചതഞ്ഞ രീതിയിൽ വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിടുകയാണെങ്കിൽ ക്ലച്ചിൻ്റെ ഭാഗം ഓക്കെ ആയിക്കോളും. പിന്നെ ഉള്ളത് അതിൻ്റെ ഡ്രൈവ് ബെൽറ്റാണ്. ഇതിപ്പോൾ കിടക്കുന്നത് കമ്പനി ബെൽറ്റ് തന്നെയാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റാണ് നമ്മൾ യൂസ് ചെയ്തതാണ്. അതിൻ്റെ ഈ സെൻറ്റർ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇവിടെയൊക്കെ പൊട്ടിയിരിക്കുകയാണ്. ഈ സൈഡൊക്കെ കണ്ടോ, നല്ല രീതിയിൽ പൊട്ടൽ വന്നിട്ടുണ്ട്. കൈയോടെ ബെൽറ്റ് മാറ്റിയിടുകയാണെങ്കിൽ അതാണ് ഏറ്റവും സേഫ്. നമ്മളിപ്പോൾ ഈ കൂട്ടത്തിൽ മാറ്റി പോവുകയാണെങ്കിൽ നമുക്ക് അതിന് പാർട്സിൻ്റെ എമൗണ്ട് മാത്രമേ വന്നുള്ളൂ, കാരണം ക്ലച്ച് ഗ്രീസിങ്ങിനൊക്കെ നമ്മൾ അഴിച്ചേക്കണതാണ്. അപ്പോൾ ആ കൂട്ടത്തേക്ക് നമുക്ക് ആ പാർട്സ് മാറ്റിയിടുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ അതായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഈ സൈഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊട്ടലുണ്ട്. ഇത് കിടന്ന ഓടിക്കും തോറും പിന്നീട് നിങ്ങൾക്ക് അതൊരു പണിയായിട്ട് വരും. കാരണം എന്താ വെച്ചാൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലും അടുത്ത സർവീസ് വരെ എന്തെങ്കിലും ഓടാൻ സാധ്യതയില്ല. സാധാരണ അടുത്ത ഓരോ സർവീസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ BS6 മോഡൽ വരുമ്പോൾ 6 മാസമാണ്. പക്ഷേ സാധാരണ നമ്മളിവിടെ 4 മാസത്തിലൊരിക്കൽ ചെയ്തു പോകാനാണ് പറയണത്. അപ്പോൾ ആ സർവീസ് പീരീഡ് പോലും കംപ്ലീറ്റ് ആക്കാൻ സാധ്യതയില്ല ഈ ബെൽറ്റ് കേട്ടോ. അപ്പോൾ മാറ്റിയിടാണെങ്കിൽ ഏറ്റവും സേഫ് അതാണ്. ഞാൻ എസ്റ്റിമേറ്റിൽ ഈ പറഞ്ഞ ബെൽറ്റും ബ്രേക്ക് ഷൂവിൻ്റെ ബ്രേക്ക് കേബിളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ് ഞാൻ പറയാം. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. എന്തെങ്കിലും നിങ്ങൾ റിപ്ലൈ കിട്ടിയിട്ട് നമ്മൾ പെർമിഷൻ കിട്ടിയിട്ടാണ് എന്തെങ്കിലും ചെയ്യുള്ളൂ. അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. പിന്നെ നമ്മളതിൻ്റെ എൻജിൻ ഹെഡിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. നിലവിൽ വേറെ ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല. ആക്സിലേറ്ററിൻ്റെ കേബിളൊക്കെ നോക്കി വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. പിന്നെ നമുക്ക് ഈ ഓൾറൗണ്ട് ഗാർഡിൻ്റെ ഈ ബാക്കിൽ വരുന്നൊരു ബ്രാക്കറ്റ് പൊട്ടിപ്പോയിട്ടുണ്ട് എൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പോൾ അത് പിടിപ്പിക്കുന്ന കേസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് നിലവിൽ നമുക്ക് വെൽഡ് ചെയ്തെടുക്കാനൊന്നും പറ്റാത്തൊരു കണ്ടീഷനാണ് വണ്ടികളുള്ളത്. അപ്പോൾ തൽക്കാലം ഒന്നോലെ നമുക്ക് ഈ ഓൾറൗണ്ട് ഗാർഡ് അഴിച്ച് മാറ്റി കളയാം. അതല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ സെപ്പറേറ്റ് ഇവിടെ ഒരു ടൈ പിടിപ്പിച്ചിട്ട് അടിയില്ലാത്ത രീതിയിലേക്ക് ടൈ ചെയ്ത് ബലപ്പെടുത്താം. അത്രയാണ് നമുക്ക് ചെയ്യാൻ പറ്റട്ടോ. കാരണം മറ്റേത് മാത്രമായിട്ട് നമുക്ക് അവൈലബിൾ അല്ല, കിട്ടാറില്ല. സാധാരണ വെൽഡ് ചെയ്തെടുക്കാനും പറ്റാറില്ല കേട്ടോ. കാരണം ഇതിൻ്റെ ആണെങ്കിൽ പകുതി പീസ് ഇല്ല എന്നും പറയും. പിന്നെ അതേപോലെ നമുക്ക് ഈ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോൾ ഫ്രണ്ടും മൺകാട് നല്ല രീതിയിൽ ഷെയ്ക്ക് കാണിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ വരുന്നത് ഈ ഒരു ബ്രാക്കറ്റ്, ഈ ബ്രാക്കറ്റുമാണ് ഫ്രണ്ട് മൺകാട് പിടിപ്പിച്ച് വെച്ചേക്കാം. ആ ബ്രാക്കറ്റ് പൊട്ടിപ്പോയേക്കാണ്. ആ ബോൾട്ട് ചെയ്യുന്ന ഭാഗം പൊട്ടിയിട്ടുണ്ട്. അതിൻ്റെ ബാക്കിലത്തേക്ക് ലിവറേജ് പോണ ആ ഒരു പീസും പൊട്ടിയിരുന്നിരിക്കുകയാണ്. അപ്പോൾ അത് മാറ്റിയിട്ടിട്ട് വേണം നമുക്ക് മൺകാട് പിടിപ്പിക്കാനായിട്ട്. പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ സൗണ്ട് വണ്ടി ഓടുന്ന സമയത്ത് ചില സൗണ്ട് വന്നിട്ടുണ്ട്. അത് ബ്രേക്ക് പാഡ് സെറ്റ് ഫുള്ള് തീർന്നു. അത് തീർന്ന് കിടന്ന് ഓടാൻ തുടങ്ങിയിട്ട് കുറേ ആയിട്ടുണ്ട്. പാഡ് തീർന്നിട്ട് പ്ലേറ്റുമ്മ കയറി പിടിച്ചാണ് ഈ കാണുന്നത് കേട്ടോ. പ്ലേറ്റ് ഓൾറെഡി സ്ക്രാച്ചസായി കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്, സ്ക്രാച്ചായി നിലവിൽ. ബ്രേക്ക് പാഡ് എന്തെങ്കിലും മാറ്റണം. കാരണം എന്ന് വെച്ചാൽ ബ്രേക്ക് പാഡ് ഈ ഒരു അവസ്ഥയിലാണ് ബ്രേക്ക് പാഡ് പറഞ്ഞത്. മെറ്റൽ ടു മെറ്റൽ അത് മുറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ട് അറിയാമല്ലോ, നമുക്ക് അതിൻ്റേതായിട്ടുള്ള സ്ക്രാച്ചസ് വണ്ടിക്ക് വരും. അപ്പോൾ ശരിക്കും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ബ്രേക്ക് പാഡും ഈ പ്ലേറ്റും കൂടി മാറ്റിയിട്ടാലാണ് അത് ക്ലിയർ ആവാറുള്ളൂ. ഇനി അറ്റ്ലീസ്റ്റ് നമുക്ക് ഈ പാഡ് സെറ്റ് എന്തെങ്കിലും മാറണം. കാരണം പാഡ് സെറ്റ് മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയുടെ മെറ്റൽ ഈ വന്ന രീതി എങ്ങനെയാണോ ആ രീതിയിൽ തന്നെയാണ് വരിക. പിന്നെ ഈ ഡിസ്ക് പ്ലേറ്റും ഈ സ്ക്രാച്ച് ഉള്ളത് കൊണ്ട് പുതിയ പാഡ് ഇട്ടാലും, അതായത് ബ്രേക്ക് പാഡ് എന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റ് പുതിയത് സെറ്റ് ചെയ്താലും അതിൻ്റെ ലൈഫ് നേരെ പകുതി ഉണ്ടാവുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര സ്ക്രാച്ച് ഉള്ളതുകൊണ്ട് ആ സ്ക്രാച്ചസ് പെട്ടെന്ന് ആ ബ്രേക്ക് പാഡ് സെറ്റിലേക്ക് വരും. അതിൻ്റെ ലൈഫ് കുറയും. അത് സ്വാഭാവികമായിട്ട് അങ്ങനെയാണ് വരാം. അതല്ലെങ്കിൽ പിന്നെ ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ ബ്രേക്ക് പാഡും ഈ പ്ലേറ്റും കൂടിയിട്ട് മാറ്റി പുതിയത് സെറ്റ് ചെയ്താലാണ് അത് കറക്റ്റ് ആവുള്ളൂ.
അപ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്ക് ബ്രേക്ക് പാഡ് എന്തെങ്കിലും മാറ്റിയിട്ട് പിടിപ്പിക്കാം. അപ്പോൾ ഞാൻ പ്ലേറ്റ് ഉൾപ്പെടുത്തുന്നില്ല, പാഡ് നമുക്ക് ഉൾപ്പെടുത്താം. അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം, നോക്കിയിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. പ്ലേറ്റ് ഓൾറെഡി നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവാനും സാധ്യത കുറവാണ്. വേണമെന്നുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ നമുക്ക് അതനുസരിച്ചിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാം. ഇടയ്ക്ക് എപ്പോഴേലും വന്ന് മാറ്റാവുന്ന രീതിയിലേക്ക് സെറ്റാകും. അപ്പോൾ ഫ്രണ്ട് മൺകാടൊക്കെ നമുക്ക് ഫുള്ളായിട്ട് അയക്കണം. അപ്പോൾ ഈ ബോഡിയൊക്കെ ഇറക്കിയാലാണ് നമുക്കത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് ആ കൂട്ടത്തിൽ കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താ പറഞ്ഞാൽ പ്ലഗിൻ്റെ കേസ് ഞാൻ പറഞ്ഞു, എയർ ഫിൽറ്ററും പ്ലഗും കൂടി ഒരുമിച്ചാണ് മാറ്റേണ്ടി വരാം. അപ്പോൾ എസ്റ്റിമേറ്റിൽ അത് ഉൾപ്പെടുത്തുന്നുണ്ട്. ബാറ്ററി നമുക്കിത് ഇരിക്കുന്നത് ഒരു എക്സൈഡിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ 12.97 വരെ വന്നുണ്ട്. ലോഡ് ഡസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ 9.6. ബാറ്ററിയുടെ ബേസൊക്കെ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. എഞ്ചിൻ ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞിരുന്നത്. പക്ഷേ നമ്മൾ എഞ്ചിൻ ഓയിൽ നോക്കുന്ന സമയത്തുണ്ടല്ലോ, ഓയിലിൻ്റെ അവസ്ഥ വളരെ മോശമായിട്ടാണ് കാണുക. ഈ ഒരു കളറിലേക്ക് മാറിയിട്ടുണ്ട്, തീരെ അഴുക്ക് പിടിച്ച അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ. ശരിക്കും സാധാരണ 3000 കിലോമീറ്ററിലൊക്കെ ഓയിൽ മാറ്റുക കറക്റ്റായിട്ട്. ഈ ഒരു അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ 3000 കിലോമീറ്ററിലാണ് ശരിക്കും എഞ്ചിൻ ഓയിൽ മാറ്റേണ്ടത്. ബേസിക്സിന് 6000 കിലോമീറ്ററൊക്കെ പറയുകയും ചെയ്യും, അതൊന്നും സക്സസ് അല്ല. എപ്പോഴും നല്ലത് 3000 കിലോമീറ്ററിൽ എഞ്ചിൻ ഓയിൽ മാറ്റി പോകാമെന്നുള്ളതാണ്. എഞ്ചിൻ എങ്ങനെയാണോ പുതിയ എഞ്ചിൻ എങ്ങനെയാണോ അതേ ഫ്രഷ്നെസ്സിൽ തന്നെ എഞ്ചിൻ നിൽക്കും. അപ്പോൾ അത്രയും കംപ്ലയിൻസ് വണ്ടിക്ക് കുറഞ്ഞിരിക്കും കേട്ടോ. എഞ്ചിൻ്റെ ലൈഫ് ടൈമിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ 3000 കിലോമീറ്റർ ഒരു കാലാവധിയിൽ എഞ്ചിൻ ഓയിൽ മാറ്റി പോകുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. നമ്മൾ സജഷൻ പറഞ്ഞാണ്, നമ്മൾ നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്യാം. ഈ സൈഡൊക്കെ ചെറിയ ഇടിച്ചൊക്കെ ചളങ്ങിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം നമുക്ക് ഈ ചെയ്തു വരുന്ന വർക്കുകൾ, അതായത് ഫ്രണ്ടിലത്തെ ബ്രേക്ക് പാഡ് സെറ്റ് വരുന്നുണ്ട്, അതിൻ്റെ ഈ ബൂട്ടിൻ്റെ റബ്ബർ വരും, ഫ്രണ്ട് മൺഗാർഡ് ബ്രാക്കറ്റ് വരുന്നുണ്ട്, എയർ ഫിൽറ്റർ പ്ലഗ് വരുന്നുണ്ട്, ബെൽറ്റ് വരുന്നുണ്ട്, അതേപോലെ തന്നെ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ കേബിൾ വരുന്നുണ്ട്. എഞ്ചിൻ ഓയിൽ അടക്കം ഉൾപ്പെടുത്തുക. എഞ്ചിൻ ഓയിൽ കൂടി ഞാൻ ഉൾപ്പെടുത്താം, നോക്കിയിട്ട് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് പറഞ്ഞാൽ മതി. എന്തെങ്കിലും പെർമിഷൻ കിട്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുള്ളൂ. അതടക്കമുള്ള എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഇടാം കേട്ടോ. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. ഓൾറൗണ്ട് ഗാർഡിൻ്റെ കേസ് പ്രത്യേകം നമ്മൾ ഒന്നുകൂടിയും പറയുകയാണ്, അത് നമുക്ക് വേറെ ഒന്നും ചെയ്യൽ നടക്കില്ല. നമുക്ക് സെപ്പറേറ്റ് ഒരു ടൈ എന്തെങ്കിലും കൊടുത്തിട്ട് പിടിപ്പിക്കാം, അതല്ലെങ്കിൽ നമുക്ക് അത് അഴിച്ച് മാറ്റി കളയാം. അതാണ് അതമ്മ ചെയ്യാൻ പറ്റുക കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് പറയും, നമുക്ക് അതനുസരിച്ചിട്ട് വർക്ക് ചെയ്യാം.